ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് ശരിക്കും കാച്ചിൽ എങ്ങനെയാണ് നടുന്നതിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 40 വർഷമായിട്ടുള്ള എൻ്റെ ഒരു പരിചയമാണിത്. ഇതുണ്ടോ, ഞാൻ വാസ്തവം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ കാച്ചിൽ അങ്ങനെ നട്ടില്ല. എന്നാൽ ഇത് ഞാൻ കടയിൽ നിന്ന് വില കൊടുത്ത് മേടിച്ച കാച്ചിലാണ്. അപ്പം അത് ഡിസംബറിൽ പറിച്ച് വന്ന കാച്ചിലാണ്. അപ്പോൾ അതിൻ്റെ 1-2 എണ്ണം ഇതാ കിളുത്ത് നടാൻ കണക്കിന് അതിൻ്റെ വള്ളി വീശിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുറിക്കുകയാണ്. കാച്ചിൽ മൊത്തം കട്ടാക്കുക. അടുത്ത മാസമാണ് ശരിക്കും നടുന്നത്. എന്നാൽ ഒരു 2 എണ്ണം വള്ളി വീശിയിട്ടുണ്ട്. ആ 2 എണ്ണം അതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് നടുന്ന ഒരു രീതിയും കാണിച്ചു തരാം. ശരിക്കും കാച്ചിൽ നടുന്നത് കുമ്പത്തിലാണ്. അത് അടുത്ത മാസമാണ്. എന്നാൽ എങ്ങനെയാണ് നടുന്നത് സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതുണ്ടോ, ഇത് മുറിച്ച കാച്ചിലിൻ്റെ മണ്ട ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കാരണം ഇത് കിളുക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു സംഗതിയായിരുന്നു. മുറിച്ച കഷ്ണത്തിൻ്റെ മുകളിൽ ചെറുതായിട്ട് കത്തിക്ക് ഇങ്ങനെ ഒന്ന് തുളച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അതാണിപ്പോൾ ഈ ചെയ്യുന്നത് കാണുന്നത്. എന്നിട്ട് ഇത് കിളിപ്പിക്കാൻ വെക്കുകയാണ്. ഇത് ചാക്കിനകത്ത് ചാണകപ്പൊടി ഇട്ട് ചാക്കിനകത്ത് നിറച്ച് വെക്കുകയാണ്. ഇത് കണ്ടോ, ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിപ്പത്തിലാണ് ഇത് മുറിക്കുന്നത്. കണ്ടോ, ആ 2 വള്ളി അവിടെ ഇരിക്കുന്നുണ്ടോ, അത് ഞാൻ നടുന്ന രീതി കാണിച്ചു തരാം. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നടുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിപ്പോൾ തന്നെ നടുകയാണ്. ശരിക്കും കാച്ചിൽ നടേണ്ടത് അടുത്ത മാസമാണ്. എന്നാൽ ആ 2 വള്ളി ഞാൻ നടുന്ന ഒരു രീതി കാണിച്ചു തരും. ഇതെങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് ചാണകപ്പൊടി ഇട്ടിട്ട് അതിനകത്ത് ഈ കഷ്ണം പിറക്കി വെക്കുക. ഇതിങ്ങനെ പിറക്കി വെച്ച് ഇതിൻ്റെ മുകളിൽ വീണ്ടും ചാണകപ്പൊടി കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെക്കുക. ഇത് പെട്ടെന്ന് കിളുത്ത് വരാൻ സഹായിക്കുന്ന. നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എല്ലാം കിളുത്തോണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതെല്ലാം കിളുക്കും. അപ്പോൾ കിളുക്കുന്ന വിത്ത് എടുത്ത് നമുക്ക് പിന്നീട് കുഴിക്കകത്തോട്ട് വെച്ചാൽ മതി. നല്ല കരുത്തും ഉണ്ടാവും. ചെറുതായിട്ട് വള്ളി പുറത്തേക്ക് വരുന്നത് നമുക്ക് എടുത്തെടുത്ത് നടുകയും ചെയ്യാം. കണ്ടോ, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ, ഈ ചാക്കിനകത്ത് നിറയ്ക്കുന്നത്. മുറിച്ച കഷ്ണങ്ങൾ മുഴുവൻ ഇങ്ങനെ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് നിറയ്ക്കുക. ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് വീണ്ടും ഈ കഷ്ണത്തിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇടുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഈ കാച്ചിൽ കഷ്ണം വെക്കുക. വീണ്ടും ചാണകപ്പൊടി ഇടുക. അങ്ങനെ ഇത് നമ്മുടെ വിത്ത് മുഴുവൻ ചാക്കിനകത്താക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അതിട്ട് ഇത് പുറത്ത് വെക്കത്തില്ല, കാരണം ഇത് പന്നിയിൽ കുത്തും. അതുകൊണ്ട് ഇത് പെരയ്ക്കകത്ത് വെക്കാനാണ് ഇപ്പോൾ എൻ്റെ പരിപാടി. പെരയുടെ ഒരു തണുപ്പ് കിട്ടുന്ന ഒരു മുറിയുടെ ഒരു മൂലയ്ക്ക് വെക്കും. ഇതായാണ് സംഭവം. കണ്ടോ, പെരയുടെ മൂലയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചേക്കുക. ഇനി ഇത് കിളുത്ത് വന്നതിൻ്റെ ശേഷം അടുത്ത മാസം ഇത് നടും. എന്നാൽ ഞാൻ ആ കട്ട് ചെയ്ത 2 എണ്ണം ഇപ്പോൾ തന്നെ നടാൻ പരിപാടിയാണ്. അതാണ് ഇത് കുഴിയെടുത്താണ് നടുന്നത്. കണ്ടോ, നല്ല വട്ടത്തിൽ കുഴിയെടുക്കുകയാണ്. കല്ലുള്ളത് കമ്പിക്ക് കുത്തി മാറ്റുക. എന്നിട്ട് ഇതിനകത്ത് കരിയിലയും ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് ഇത്രയും ചെയ്യും. അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഉണങ്ങിയ തടിയോ പിന്നെ ഈ മുരിക്കിൻ്റെ കമ്പോ അങ്ങനെ എന്തെങ്കിലും ചെതുക്ക് പിടിച്ചതൊക്കെ ഇതിൻ്റെ മുകളിൽ അടുക്കും. ഇതിപ്പോൾ ഞാൻ നടുന്നത് ഈ കാണുന്ന ഈ മരത്തിൻ്റെ ചുവട്ടിലാണ്. ഇത് 8 കാച്ചിൽ നടാം ഈ മരത്തിൻ്റെ ചുറ്റും. ഇപ്പോൾ 2 എണ്ണേ നടുന്നുള്ളൂ. ബാക്കി 6 എണ്ണം അടുത്ത കഷ്ണം എടുത്തതിൻ്റെ ശേഷം അത് കിളുത്ത് വരുമ്പോഴേ നടുള്ളൂ. ഇതിലിപ്പോൾ ഒരു പാവൽ കിടക്കുകയാണ്. ആ പാവൽ കേടായി പൊക്കോളൂ ഉടനെ. എന്നിട്ട് ഇത് വള്ളി വീശി കയറിക്കോളും. കണ്ടോ, കുഴിക്കകത്ത് ചാണകപ്പൊടി മണ്ണ് കരിയിലയൊക്കെ ഇടുകയാണ്. കരിയിലൊക്കെ നിറച്ച് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കുറച്ച് പിന്നെ ചാണകപ്പൊടി ഒക്കെ ഇടുക. നല്ല കുഴിയാണ് കേട്ടോ. ഏതാണ്ടൊരു 3/4 കോൽ അടുത്ത് കുഴി എടുത്തിട്ടുണ്ട്. 3/4 കോലില്ല, 1/2 കോൽ മിച്ചം. 3/4 കോലിനോട് അടുത്ത് താഴ്ചയിൽ വട്ടത്തിൽ കുഴി എടുത്തിരിക്കുക. ഇതുണ്ടോ, മണ്ണ് ഇട്ടു, ചാണകപ്പൊടി ഇട്ടു, കരിയില ഇടുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി ഈ ഉണങ്ങിയ പിന്നെ മുരിക്കിൻ്റെ കമ്പും അതുപോലെ ചെതുക്ക് പിടിച്ച കഷ്ണം കമ്പുകളൊക്കെ വെക്കും. കാരണം എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കാച്ചിൽ വെക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതായിട്ട് മെല്ലെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. മഴ പെയ്യുന്നതനുസരിച്ച് മെല്ലെ ഇരിക്കുകയുള്ളൂ. കറക്കിയല്ല, കിഴങ്ങ് താഴോക്ക് ഇങ്ങനെ ഉണ്ടായിക്കോളും. ആഴത്തിലേക്ക് കിഴങ്ങ് പോവും. അതിന് വേണ്ടിയാണ് ഈ കമ്പെല്ലാം പാകുന്നത്, ഈ കരിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ചെതുക്ക് പിടിച്ച
കമ്പുകളൊക്കെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കാച്ചിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ നടാവുള്ളൂ. നട്ടാൽ അടിപൊളി വിളവായിരിക്കും. സൂപ്പർ കിഴങ്ങുണ്ടാവും. നമ്മൾ ഒരുപാട് കാച്ചിലൊന്നും ഇടണ്ട. മര്യാദയ്ക്കൊരു 10 കാച്ചിലുണ്ടെങ്കിൽ എന്തോരം കാച്ചിൽ കിട്ടുമെന്ന് അറിയോ? നട്ട് പറിച്ചു കഴിഞ്ഞാൽ വെട്ടിക്കെട്ട് കിഴങ്ങായിരിക്കും. 15 കിലോയൊക്കെ കിട്ടും ഓരോ കാച്ചിലിൻ്റെ മൂട്ടിൽ നിന്ന്. കണ്ടോ, ഒറ്റ ചുവടയിൽ നിന്ന് കിട്ടും 10-15 കിലോ വെച്ച്. ഇതിൻ്റെ മുകളിലാണ് ഇനി ഈ വിത്ത് വെക്കാൻ പോകുന്നത്. കാണിച്ചു തരാവേ. കണ്ടോ, ഇതാ ഇങ്ങനെ വെക്കുകയാണ്. ഈ വിറക് അടുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വിത്ത് വെക്കുന്നത്. വിറകെന്ന് പറഞ്ഞാൽ ഈ കുശിത്ത വിറക്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇനിയും കുറച്ച് ചാണകപ്പൊടി ഇനി ഇടും. ഇത് കണ്ടോ, ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഇതിൻ്റെ മുകളിൽ ഇനിയും കുറച്ച് കരിയിലയും കൂടി ഇടും. ഇതിൻ്റെ മുകളിൽ പിന്നെ കരിയിലിടും, പിന്നെ മണ്ണിടും. അങ്ങനെയാണ് ചെയ്യാൻ പരിപാടി. ഇങ്ങനെ നിങ്ങൾ ചെയ്തോ, അടിപൊളി കാച്ചിൽ പറിക്കാം. അടുത്ത മാസം കാച്ചിൽ നടാവുള്ളൂ കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ നേരത്തെ കിളിപ്പിച്ച് വെച്ചാൽ ഏറ്റവും നല്ലത്. 2 കുഴിയേ നടുന്നുള്ളൂ. 2 കുഴി നട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട്. 2 കുഴി കാച്ചിലാണ് നടുന്നത്. ആ 2 കുഴി ഇവിടെ എടുത്തിട്ടുണ്ട്. അതും വെച്ചു. രണ്ടാമത്തെ കുഴിക്കുള്ള അതിനകത്തും ഇപ്പോൾ കാച്ചിൽ വെച്ചു. എല്ലാം കമ്പും കരിയിലൊക്കെ അടുക്കിയതാണ്. കുഴി അടിയിലേക്ക് നല്ല ആഴത്തിലുണ്ട്. ആ കമ്പിക്ക് കുത്തുന്നത് കണ്ടില്ലേ കുഴി? അതേ വലിപ്പമാണ് ഇപ്പുറത്തെ കുഴിക്കും. ഇതാ സംഭവം. കരിയിലിടുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി മണ്ണ് വെട്ടിക്കൂട്ടും. ചുറ്റോട് ചുറ്റും മണ്ണ് വെട്ടിക്കൂട്ടും ഈ കരിയിലെ പുറത്ത്. എന്നിട്ട് ഒരു 2 രാസവളം ചെയ്താൽ മതി. ഇത് വളർന്നു വന്നതിൻ്റെ ശേഷം അടിപൊളിയായിട്ട് നമുക്ക് പറിക്കാം. ഒരു ഡിസംബർ ആകുമ്പോഴത്തേന്. കണ്ടോ, ഇതിപ്പം വെച്ചിട്ടുണ്ട്. കണ്ടോ, മണ്ണ് വെട്ടിക്കൂട്ടിയായി കാണുന്നത്. ഇതാ മണ്ണ് വെട്ടിക്കൂട്ടിയത് കണ്ടോ. ഇതിൻ്റെ മുകളിൽ ഇനിയും കുറച്ച് കരിയിലും കൂടെ വേണേൽ ഇട്ട് കൊടുക്കാം. ഇതാ കരിയില ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് കാച്ചിൽ നടുന്നത്. ഇത് മരത്തേലോട്ട് അടിച്ചു വിട്ട് കയറിപ്പോക്കോളും. അടുത്ത ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും നല്ല കിഴങ്ങായിരിക്കും ഇതിനുള്ളിൽ. ഇതുപോലെ കാച്ചിൽ നടണം കേട്ടോ. അപ്പോൾ ശരി, ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.